നമ്മുടെ കരഘോഷത്തെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടുവാനും നമ്മുടെ രക്ഷാനായകനെ ഉയർത്തുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ ഭാഗ്യപദവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജോസ് സോളമൻ അവർ ഈ മീറ്റിങ്ങിൻ്റെ പിന്നിൽ ദീർഘനാളത്തെ പ്രാർത്ഥനയും അതിനുവേണ്ടി വളരെ പരിശ്രമിക്കുകയും ചെയ്ത ഓമൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫിലദൽഫിയ പ്രയർ മിനിസ്ട്രി അതിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയ മനോജ് മാസ്റ്റർ, ഒപ്പം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഈ സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കുന്ന എം ജ്യോതി മിനിസ്ട്രി അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയ പാസ്റ്റർ മാത്യു മല്ലശ്ശേരി അവർ, മറ്റ് അനുഗ്രഹീതരും ശ്രേഷ്ഠരും കർത്താവിൽ പ്രസിദ്ധരുമായ ദൈവദാസന്മാർ, ഇന്ന് രാത്രി ദൈവവചനം ഒരുമിച്ച് കേൾക്കുവാനും ഒരുമിച്ച് ദേശത്തോട് സംസാരിക്കുവാനും ഈ അങ്കണത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദൈവമക്കൾ, അതിലുപരിയായി ഇന്ന് രാത്രി ഇവിടെ നിന്ന് ലോകരക്ഷകനായ കർത്താവിനെ ഉയർത്തുവാൻ ഈ ഭവനവും അങ്കണമൊക്കെ മനസ്സോടെ വിട്ടുനിന്ന ഈ ഭവനത്തിലെ പ്രിയ മാതാവ്, ദൂരവയായിരിക്കുന്ന മക്കൾ, എല്ലാവർക്കും ധന്യനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ പറഞ്ഞുകൊണ്ടും ഈ ശബ്ദപരിധിയിൽ വീടുകളിലും വീഥികളിലൊക്കെ ഇരുന്നു കൊണ്ട് ഈ സന്ദേശത്തെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. പരിമിതമായ സമയത്തേക്ക് നിങ്ങളുടെ വിലപിടിപ്പുള്ള ശ്രദ്ധയെ ഞങ്ങൾ ഈ ശബ്ദപരിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിരവധി ഭവനങ്ങൾ നമ്മുടെ ദേശത്തൊക്കെ ഉണ്ടെങ്കിലും, വളരെ മനോഹരമായ അങ്കണമൊക്കെ ഉണ്ടെങ്കിലും, പലയിടങ്ങളിലും ഇങ്ങനെയുള്ള ഒരു സുവിശേഷ യോഗത്തിനായി പലയിടങ്ങളും തുറന്നു കൊടുക്കാതിരിക്കുമ്പോൾ ഈ ഭവനം ഇങ്ങനെ കാട്ടിയ മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി ആരൊക്കെ ഹൃദയം വിട്ടുകൊടുത്തിട്ടുണ്ടോ, കർത്താവിന് വേണ്ടി ആരൊക്കെ അവരുടെ വീട് തുറന്നു കൊടുത്തിട്ടുണ്ടോ, കർത്താവിന് വേണ്ടി ആരൊക്കെ അവരുടെ ഭൗതിക നന്മകൾ ചെലവിട്ടിട്ടുണ്ടോ, അവരെയൊക്കെ അനുഗ്രഹിച്ച ഒരു കർത്താവിനെയാണ് ഇന്നലെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ദൈവവചനത്തെ ഓർമ്മപ്പെടുത്തിയ ശേഷം ഞാൻ ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കാൻ ദൈവം ഏൽപ്പിച്ച വചനത്തെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ, പ്രിയ മാതാവിന്റെ അരികത്തിലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ആത്മീയ ദൂതാണത്. ഒരു രാത്രിയിലെ വളരെ അധ്വാനത്തിന്റെ ഫലമായി ഒന്നും ലഭിക്കാത്തവനായി ശൂന്യമായ പടകിലും വലയുമായി കരയിലേക്ക് പടകടിപ്പിച്ച് വീടിനെ കുറിച്ചുള്ള ഏറിയ സങ്കടത്തോടെ വേദനയോടെ വെറും കൈയോടെ ഭവനത്തിലേക്ക് പോകണമല്ലോ എന്നുള്ള ഭാരമൊക്കെ ഹൃദയത്തിലുള്ളപ്പോഴും ആ ഭാരമുള്ളിൽ ഒതുക്കിക്കൊണ്ട് വലയൊക്കെ നന്നാക്കി ആ പടകിലിരിക്കുന്ന ശീമോന്റെ പടകിലേക്ക് കർത്താവ് വരികയും ആ പടകിൽ നിന്നുകൊണ്ട് പുരുഷാരത്തോട് വചനം പറയുവാൻ ആ പടകിനെ കർത്താവിന്റെ പുൽപിറ്റായി മാറ്റുകയും ചെയ്തു. ആ പ്രസംഗത്തിന്റെ അനന്തരം നമ്മളോട് വായിക്കുന്നത് വളരെ പരിചിതമായ വചനഭാഗമാണ്. വന്ന പുരുഷാരം വചനം കേട്ട് തൃപ്തിയായി നിറഞ്ഞവരായി മടങ്ങുമ്പോൾ തന്നെ ആ വേദിയായി ഉപയോഗിച്ച പടകിനും ഒരു വലിയ നിറവുണ്ടായതുപോലെ ഇന്ന് രാത്രി ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ നിന്ന് ദേശത്തോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗവേദിയായി ഈ വീട്, ഈ ഭവനം വിട്ടു തന്നതുകൊണ്ട് നീളുന്ന വിഷയങ്ങൾക്ക് തമ്പുരാൻ വളരെ വേഗത്തിൽ മറുപടി നൽകുമെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചതുകൊണ്ട് ആമുഖമായി ഞാൻ ആ ഭാഗം പറയുകയാണ്. കർത്താവിന് വേണ്ടി സമയമോ പണമോ ആരോഗ്യമോ ചെലവിട്ടവരെയൊന്നും ദൈവം ഒരിക്കലും മറന്നിട്ടില്ല. അതിന്റെ തെളിവ് തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ. ജീവിതത്തിൽ ഭൗതികമായ ഉന്നത വിദ്യാഭ്യാസം കൊണ്ടോ സമ്പത്തിന്റെ മികവ് എങ്ങും എത്താൻ ഞങ്ങൾ യോഗ്യരല്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ അയോഗ്യതകളെ യോഗ്യതയാക്കി കണ്ടുകൊണ്ട് ഞങ്ങളെ ഒരുവൻ തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ വഴിത്തലേക്കൽക്ക് നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് വീണ്ടും നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിറക്കിയ കർത്താവിന്റെ സ്നേഹം അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട്, ആ സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് എല്ലാ ഇടങ്ങളും വിളിച്ചു പറയുക എന്നുള്ളത് ഞങ്ങളുടെ വലിയ ദൗത്യമാകിയാലാണ് ഈ ദേശത്ത് വന്ന് ഞങ്ങൾ ഈ കർത്താവിനെ ഉയർത്തുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ
സമൂഹത്തെ അല്പസമയത്തേക്ക് ഞങ്ങൾ ഈ സത്യജീവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാര്യങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തകൾക്ക് ആധാരമായിട്ട് റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? മതി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് നൽകിയ തിരുവെടുത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് എല്ലാവരോടും സംസാരിക്കണമേ കർത്താവേ. ജീവിതത്തിൽ നീറുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകണം. ഇന്ന് രാത്രി ചിലരുടെ പേരോട് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ സ്വർഗ്ഗവഴിയാക്കണമേ എന്നുള്ളതോട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ അടിയനെ നിർത്തണമേ. തിരുനാമത്തെ ഉയർത്തുവാൻ കൃപ നൽകണം. മഹത്വം തിരുമേനിക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് രാത്രി തിരുവചന ചിന്തകൾക്കായി നാം വായിച്ചിരിക്കുന്നത്. റോമാലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. അതിൽ 7-ാം അധ്യായത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം, ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയ ഒരു വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചിരിക്കുന്നത്. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നത്? മരണത്തിന്റെ അടിമയായിരിക്കുന്ന മനുഷ്യന്റെ ദീനരോധനം അല്ലെങ്കിൽ മുഴുലോകത്തിന്റെയും ഉറച്ച നിലവിളിയുടെ ശബ്ദമാണ് ഈ വാക്യത്തിൽ നമ്മൾ പ്രതിധ്വനിക്കുന്നത്. റോമാലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. ഈ ലേഖനത്തിലെ പ്രമേയം എന്ന് പറയുന്ന വിശ്വാസത്താലുള്ള നീതീകരണമാണ്. കർമ്മകാണ്ഡ പദ്ധതികൾ കൂടാതെ, അർപ്പണതർപ്പണങ്ങൾ കൂടാതെ ഏതൊരു മനുഷ്യനും വിശ്വാസത്താൽ പാപപരിഹാരം പ്രാപിക്കുവാൻ കഴിയും, നീതീകരണം പ്രാപിക്കുവാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ റോമാലേഖനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൽ 7-ാം അധ്യായത്തിൽ വാക്യമാണ് ഇന്ന് രാത്രി നാം വായിച്ചിരിക്കുന്നത്. റോമാലേഖനത്തിലെ 16 അധ്യായങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നിരവധിയായ വചനത്തിന്റെ മർമ്മങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ 1-ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ നീതി ഭാവിയോടുള്ള ബന്ധത്തിൽ. അത് ആ പ്രമേയം 1 മുതൽ 8 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. 9, 10, 11 അധ്യായങ്ങളിൽ ദൈവിക നീതി യഹൂദനോടുള്ള ബന്ധത്തിലാണ് എന്നാണ് പഠിക്കുന്നത്. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവിക നീതി ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇതാണ് നാം പഠിക്കുന്നത്. 1-2 അധ്യായങ്ങളിൽ നാം സവിസ്തരമായി പഠനം നടത്തിയ നമ്മൾ കാണുന്നത് ദൈവിക രക്ഷയുടെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ മാനവജാതിക്ക് ആവശ്യമായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3-4 അധ്യായങ്ങളിൽ വിവരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ആ രക്ഷ ഒരുവനെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ആ രക്ഷയുടെ അനന്തര ഫലം എന്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. 9, 10, 11 അധ്യായങ്ങൾ രക്ഷയും യഹൂദനോടുള്ള ബന്ധത്തിലാണ്. യഹൂദന്റെ തിരഞ്ഞെടുപ്പും യഹൂദന്റെ തിരസ്കരണവും യഹൂദന്റെ പുനഃസ്ഥാപനവും ഇങ്ങനെ 9, 10, 11 അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുകയാണ്. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ രക്ഷിത ഗണത്തോടുള്ള അഗ്നിപ്രബോധനങ്ങളാണ്. നമുക്കറിയാം 1-ാം വാക്യം, ആ വാക്യം തൊട്ടിക്കൊണ്ട് തുടങ്ങുന്നത് രക്ഷിത ഗണത്തിലുള്ള പ്രബോധനങ്ങളാണ്. 16-ാം അധ്യായത്തിൽ വായിക്കുന്നത് രക്ഷിത ഗണത്തിന്റെ ആത്മബന്ധം. ഇങ്ങനെ 16 അധ്യായങ്ങളിലും വ്യക്തമായ പ്രമേയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവജാതിക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷ സ്വായത്തമാക്കുവാനും ആ രക്ഷയുടെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുവാനും ആ അനന്തര ഫലത്തിലേക്ക് വരുന്നവൻ സഭയിൽ ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് വരും വരെയും അവന് ഈ മണ്ണിൽ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ആത്മീയ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ടും ആ രക്ഷിത ഗണത്തിന്റെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിത്യതയുടെ അവകാശിയായി തീരുവാൻ ഒരുവനെ പ്രബുദ്ധനാക്കുന്ന അനുഗ്രഹീതമായ ആ ദൈവവചനത്തിന്റെ വിശകലനങ്ങളാണ് റോമാലേഖനത്തിൽ 16 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതില് 7-ാം അധ്യായത്തിൽ ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തകൾക്ക് ആധാരമായിട്ട് നമ്മൾ വായിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയ ഒരു വാക്യമാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് രക്ഷിക്കുന്നത്? നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ ഏറ്റവും ശ്രേഷ്ഠമായി സൃഷ്ടിച്ച ദൈവം, ഉളവാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും വിളിച്ചുളവാക്കിയ ദൈവം
ഈ പ്രപഞ്ചങ്ങളെ, സൗരയൂഥങ്ങളെ, സകല പക്ഷി മൃഗാദികളെ സകലത്തെയും ഉളവാകട്ടെ എന്ന വാക്കിനാൽ ഉളവാക്കിയ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഉളവാകട്ടെ എന്ന വാക്കുകൊണ്ടല്ല, മറിച്ച് നിലത്തെ പൊടി കുഴച്ച് ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പരിണമിച്ച് മനുഷ്യൻ ഉണ്ടായി എന്നൊക്കെയുള്ള പലവിധമായ പഠനങ്ങൾ പല നിലകളിൽ വിദ്യാർത്ഥികളിലേക്കൊക്കെ വരുന്ന കാലങ്ങളിൽ നമ്മളും പുസ്തകത്താളുകൾ അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തവരാണ്. പക്ഷേ പരിണാമവാദത്തിന്റെ കടയ്ക്ക് കത്തിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ബൈബിൾ വിളിച്ചു പറയുന്നു, മനുഷ്യൻ പരിണമിച്ചുണ്ടായവനല്ല, ശക്തനായ ദൈവത്തിന്റെ കരത്താൽ നിർമ്മിക്കപ്പെട്ടവനാണ്. ഇതിന്റെ കാരണം ഉളവാകട്ടെ എന്ന വാക്കിനാൽ മനുഷ്യനെ ഉളവാക്കാതെ ദൈവം തന്റെ കരുത്തുറ്റ കലാകുലിയുടെ കലാകൗതുകമായി കാമ്യവസ്തുവായി മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവിക സാദൃശ്യത്തിൽ, ദൈവിക സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുകയും മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. എന്നാൽ ദൈവ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം കൊടുത്ത വ്യവസ്ഥകളെ മനുഷ്യൻ ലംഘിച്ചത് കൊണ്ട് ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങളെ, ദൈവകൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ കൽപ്പനാലംഘനം നടത്തി പാപം ചെയ്ത നിമിത്തം ഇതാ നിത്യായുസ്സിനാൽ സിദ്ധിക്കപ്പെട്ട മനുഷ്യൻ. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നത്, ഭൂമിയിലുള്ള സകലത്തിന്മേലും നീ അടക്കി വാഴുവീൻ, ഡൊമീനിയൻ എന്ന പദം കൊടുക്കുമ്പോൾ ഇത്ര വർഷം എന്ന് പറഞ്ഞില്ല, ഇത്ര ആയുസ് എന്ന് പറഞ്ഞില്ല. നിത്യായുസ്സിനാൽ സിദ്ധിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപത്തിന്റെ ശമ്പളമായി മരണം മാനവരാശിയിൽ കടന്നുകൂടി. ദൈവ സാമീപ്യം നഷ്ടപ്പെട്ടു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു, ദൈവിക സ്വരൂപം നഷ്ടപ്പെട്ട് പാപത്തിന്റെ ദാസനായി തീർന്ന മനുഷ്യരെ ഏദൻ പർദീസയിൽ നിന്ന് സർവശക്തനായ ദൈവം പുറത്താക്കിയിട്ട് ഇതവിടെ കാവലേർപ്പെടുത്തുകയാണ്. കാരണം ഈ ഏദനിൽ തുടർന്നാൽ, മനുഷ്യൻ അവിടെ തുടർന്നാൽ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് പാപത്തിന് പരിഹാരം വരാതെ നിത്യഭാവിയായിരിക്കാതിരിക്കേണ്ടതിന് സ്നേഹവാനായ ദൈവം, നിത്യ സ്നേഹത്താൽ മനുഷ്യരെ സ്നേഹിച്ച ദൈവം ആ വാക്കുകളാൽ മറ്റു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുപോലെ മറ്റൊരു സൃഷ്ടിപ്പ് നടത്താതെ തന്റെ കരത്താൽ സൃഷ്ടിച്ച മനുഷ്യരെ ഇതാ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി നിത്യ സ്നേഹത്താൽ അവനെ പൊതിഞ്ഞുകൊണ്ട് ആ ഏതിൽ നിന്ന് അവനെ പുറത്താക്കിയിട്ട് ഇതാ മനുഷ്യരെ രക്ഷിപ്പാൻ, വീണ്ടുപോയ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകങ്ങളിൽ വിളംബരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വായിച്ച ഈ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പാപത്തിന്റെ ശമ്പളമായി മരണത്തിൽ വീണ മനുഷ്യൻ ആ മരണത്തിൽ നിന്നും മോചനം നേടുവാൻ കാലാകാലങ്ങളായി മനുഷ്യന് ദൈവം കൊടുത്ത അവധികളെല്ലാം ഭേദിച്ച് വ്യവസ്ഥകളെല്ലാം ഭേദിച്ച് മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു വരികയാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ പക്ഷെങ്കിൽ 969 വയസ്സ് വരെ ജീവിച്ചിരുന്ന മനുഷ്യരെ പറ്റി ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിരവധി ആളുകൾ പറയാറുണ്ട് തിന്നുന്ന നാളിൽ മരിക്കുമെന്നല്ലേ പറഞ്ഞത്, പക്ഷെങ്കിൽ 969 വയസ്സ് വരെ ജീവിച്ചില്ലേ? 930 വയസ്സ് വരെ ജീവിച്ചില്ലേ? 950 വയസ്സ് വരെ ജീവിച്ചില്ലേ? അപ്പോൾ ബൈബിൾ തെറ്റല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിനൊക്കെ വ്യക്തമായി മറുപടി ആ വായിക്കുന്ന ഭാഗത്ത് തന്നെ കിടപ്പുണ്ട്. തിന്നുന്ന നാളെന്ന് പറയുന്നത് മനുഷ്യന്റെ ദിവസമല്ല, അത് ദൈവത്തിന്റെ ദിവസമാണ്. ആ ദിവസം 1000 ദിവസം വരെ അല്ലെങ്കിൽ 1000 വർഷം വരെ തിരിച്ച ഒരു മനുഷ്യന് ഉലകത്തിലില്ല. ആ 1000 വർഷത്തിനിടയിൽ മനുഷ്യൻ അനുഭവിച്ച് മടങ്ങി വരും ദൈവം കരുതി. പക്ഷെങ്കിൽ മനുഷ്യന്റെ പാപത്തിന്റെ പ്രവർത്തികൾ വീണ്ടും കൂടുകയാണ്. പാപപ്രവർത്തികൾ കൂടുമ്പോൾ വീണ്ടും മനുഷ്യന്റെ ആയുഷിനെ ദൈവം വെട്ടിക്കുറച്ച് 120 ആക്കി, പിന്നീട് വെട്ടിക്കുറക്കുക 70 80. പിന്നീട് ഇങ്ങോട്ട് വരും. നമുക്കറിയാം തിരുവെടുത്ത് പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ വിശ്വാസം അത്രേ. ആ നിലയിലെത്തിയിട്ടും ഇന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യന്റെ പാപത്തിന്റെ പ്രവർത്തികൾക്ക് ഒരു കുറവും വന്നിട്ടില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അധർമ്മം പെരുകിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബൈബിൾ പറയുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. അങ്ങനെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ വീണ മനുഷ്യൻ
ഈ മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, നിത്യ മരണത്തിൽ നിന്ന് മോചനം നേടുവാൻ നിരവധി വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ തേടുന്ന കർമ്മകാണ്ഡ പദ്ധതികളോ മനുഷ്യൻ പിൻപറ്റുന്ന തത്വശാസ്ത്രങ്ങൾക്കൊന്നും മനുഷ്യൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. അവർക്കറിയാം മനുഷ്യൻ പാപിയാണ്. പക്ഷെങ്കിൽ ഈ മനുഷ്യന്റെ മുൻപിൽ നിന്നുകൊണ്ട് മാതൃകയായി ആരാണെന്ന് നിൽക്കുന്നത്? മനുഷ്യൻ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ പോകണം, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ മുൻപോട്ട് പോകണമെന്ന മനുഷ്യന് മാതൃകയെ കാണിക്കുവാൻ ആരും തന്നെ ഇല്ല. അങ്ങനെ മനുഷ്യനെ തേടുന്ന, പൂർണ്ണനായ മനുഷ്യനെ തേടുകയാണ് മാനവരാശി മുഴുവൻ. അതുകൊണ്ട് തന്നെ തത്വജ്ഞാനത്തിന്റെ തറവാടെന്ന് അറിയപ്പെടുന്ന ഗ്രീസിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തത്വജ്ഞാനികൾ ഒരുമിച്ച് കൂടി അവർ ഇങ്ങനെ പറഞ്ഞു, തികഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് കണ്ടെത്തണം, സമ്പൂർണനായ ഒരു മനുഷ്യനെ കണ്ടെത്തണം. ഈ മണ്ണിലേക്ക് പിറന്നു വീഴുന്ന മനുഷ്യനെല്ലാം പാപികളാണ്, അവർ നിത്യ മരണത്തിന്റെ ദാസന്മാരായി വീണ് കിടക്കുക. അതുകൊണ്ട് സമ്പൂർണനായ, തികഞ്ഞവനായ, പരിമിതികളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, ഊനമില്ലാത്ത ഒരു മനുഷ്യനെ നമുക്ക് വളർത്തിയെടുക്കണം. അങ്ങനെ തത്വജ്ഞാനികൾ ഒരുമിച്ച് കൂടിയിരുന്ന് അവർ ഇങ്ങനെ ഒരു വട്ടമേശ സമ്മേളനം കൂടിയിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു തികഞ്ഞ മനുഷ്യനെ, പൂർണ്ണമായ മനുഷ്യനെ, മാതൃക കാണിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ നമുക്ക് പഠിപ്പിച്ച് വളർത്തി ജ്ഞാനത്തിന്റെ തികവോടെ ലോകത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, ഇവനെ നോക്ക്, ഇവനെ പോലെ നിങ്ങൾ മുൻപോട്ട് പോകണം, ഇവനെ പോലെ ജീവിക്കണം, ഇവനാണ് നിങ്ങളുടെ മാതൃക എന്ന് കാണിച്ചു കൊടുക്കുവാൻ നിരവധി തത്വജ്ഞാനികളെ ഗ്രീസിന്റെ മണ്ണിൽ നിർത്തി ഉന്നതമായ പഠനശാലകളിൽ ലോകത്തിന്റെ ജ്ഞാനം കൊടുത്ത് പഠിപ്പിച്ച് അവർ തികഞ്ഞവരാക്കി, ജ്ഞാനത്തിന്റെ നിറകുടങ്ങളാക്കി മുൻപോട്ട് വെച്ചുവെങ്കിലും തികഞ്ഞ ജ്ഞാനികളാണെങ്കിലും കാലമേറെ കഴിയും മുമ്പ് മരണത്തിന്റെ പിടിയിൽ അവരും അമർന്നുപോയി. അവർ പഠിപ്പിച്ച് പുറത്തിറക്കിയ ജ്ഞാനികളല്ല മരണത്തിന് മുമ്പിൽ നാമശിരസ്കരായി അടിയറ പറയുന്നു. ജ്ഞാനികളുടെ ലോകം ഒരുമിച്ച് പറഞ്ഞു, നമ്മൾ നിരവധി ആളുകളെ വളർത്തി പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം മരണത്തിന് മുമ്പിൽ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് ഈ മണ്ണിൽ പിറന്നു വീഴുന്ന സകല മനുഷ്യരും പാപമയം മരണത്തിന്റെ ദാസന്മാരാണ്. അതുകൊണ്ട് ഇനി ഒരു മറുപടി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ മണ്ണിൽ നിന്നല്ല, ഈ മലീമസമായ മണ്ണിൽ പിറക്കുന്ന സകല മനുഷ്യരും പാപമുള്ളത് കൊണ്ട് ഈ മണ്ണിൽ നിന്നല്ല, മറ്റൊരു മണ്ഡലത്തിൽ നിന്നും ഒരുവൻ വരണം. പാപമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്നും ഒരുവൻ വന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടൂ. ഒരു തികഞ്ഞവനായി വരണമെങ്കിൽ പാപമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്നും ഒരുവൻ ഇവിടേക്ക് വരണമെന്ന് ജ്ഞാനികളുടെ ലോകം ഒരു മനസ്സോടെ ഐക്യതയോടെ വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഈ ഭവനത്തിലെ അങ്കണത്തിൽ പ്രസംഗിക്കുന്ന എന്റെ രക്ഷാനായകൻ, മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാകുന്നു. ഈ മലീമസമായ മണ്ണിനും മാനവ പ്രകൃതിക്കും അതീതമായി മറ്റൊരു മണ്ഡലത്തിൽ നിന്ന്, പാപമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന്, പാപം കൂടാതെ പിറന്ന് പാപം കൂടാതെ ജീവിച്ച് പാപത്തിന് പരിഹാരമായി മരിച്ച് ജീവിതത്തിന് ഒരു നാളിലും ആർക്കും പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തവനായി പാപത്തിന് പരിഹാരം വരുത്തി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മനുകുലത്തിന് മറ്റൊരു രക്ഷകനില്ല, ഒരു മാതൃകാ പുരുഷനില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഒരു മനസ്സോടെ വിളിച്ചു പറയുന്നു, താങ്കൾക്ക് മുമ്പിൽ ഒരു മാതൃകാ പുരുഷൻ, അത് ലോകരക്ഷകനായ യേശു മാത്രമാണ്. ജ്ഞാനികളുടെ ലോകം പരാജയപ്പെട്ട ലോകത്ത് നിന്നുകൊണ്ട് ബൈബിൾ ഒരുവനെ ചൂണ്ടിക്കാണിച്ചു, സകലരും പാപികളാണ്. ഈ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ അവന്റെ മുമ്പിൽ മാതൃകയായി നിന്ന് പാപത്തിന് പരിഹാരം വരുത്തി പോകുവാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതാ യേശു ക്രിസ്തുവിന് മുന്നോടിയായി ലോകത്തിലേക്ക് വന്ന സ്നാപയോഹന്നാൻ യോർദാൻ തീരങ്ങളിൽ നിൽക്കുന്ന നസ്രായനെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നടിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി ആ ദൈവ കുഞ്ഞാടിനെ അറിയാത്തവരായി, ആ ദൈവ കുഞ്ഞാടിനെ സ്വീകരിക്കാത്തവരായി, അവൻ പാപപരിഹാരങ്ങളോ തിരിച്ചറിവില്ലാത്തവരായി ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ വീടുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ പിതാവേ, മാതാവേ, സഹോദര, തങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരണം വരിക്കുവാൻ സ്വർഗമഹിമകളെ ഒഴിഞ്ഞ് ഈ താരലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഏകരക്ഷാനായകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പാപത്തിന് ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ ഈ മരണത്തിലേക്ക് മുൻപോട്ട് പോകുകയാണ്. ഇന്നും നിരവധി ആളുകൾ ആ മരണത്തിന്റെ പിടിയിൽ രക്ഷ നേടുവാൻ, മോക്ഷം നേടുവാൻ, മോചനം നേടുവാൻ നിരവധി കർമ്മകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായി മനുഷ്യൻ ആവശ്യമായിരിക്കുന്നത്
മരണത്തിന്, നിത്യമരണത്തിന് കാരണമായ പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം പ്രാപിക്കണം, അർത്ഥാൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? ആരാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത്? ഈ വിധ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആരാണ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത്? വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കണം. റോമാലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും ആത്യന്തികമായ ലക്ഷ്യം. അതായിരിക്കണം. നിത്യമരണത്തിൽ നിന്ന് ഒരുവന് രക്ഷ നേടണമെങ്കിൽ ആ മരണത്തിന്റെ കാരണമായ പാപത്തിൽ നിന്ന് എല്ലാ മനുഷ്യരും രക്ഷ നേടണം. അവിടെ മനുഷ്യൻ വെച്ചിരിക്കുന്ന ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. സകല മനുഷ്യരും പാപികളാണ്. ബൈബിൾ വിളിച്ചു പറയുന്നു, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന്റെ ജനനവേളയിൽ ഇതാ ശിശുവായിരിക്കുന്ന ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൈകളിൽ എന്തിക്കൊണ്ട് ശിബിയോൻ എന്ന ആ വയോധികനായ മനുഷ്യൻ ഇങ്ങനെ പറയാ, ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിനെ വിട്ടയക്കുക, സകല ജാതികൾക്കും നീ ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ സ്വത്തല്ല, മുഴു ലോകത്തിന്റെ സ്വത്താണ്. സകല പാപികൾക്കും ആവശ്യമുള്ളവനാണ് യേശു ക്രിസ്തു. ക്രിസ്തുവിനെ കൂടാതെ ആർക്കും രക്ഷ നേടുവാൻ കഴിയില്ല. മനുഷ്യനെ പാപത്തെ രക്ഷിക്കാൻ ആരുണ്ട്? മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ മണ്ണിലേക്ക് രക്ഷകന്മാരെന്ന പേരിൽ വന്നവരെല്ലാം പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അടിയോടെ പറഞ്ഞ് മരിച്ച് കല്ലറ വരികയും പ്രാപിച്ചു. അവരെല്ലാവരും പറയുന്ന കാര്യം, ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, കാരണം ഞങ്ങളും മരണത്തിന് അധീനരാണ്. ആരാണ് ഞങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നത്? അങ്ങനെ പണ്ഡിതന്മാരും പടുക്കളും സകല മനുഷ്യന്റെയും നിലവിളിയാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ച ഒരു വാക്യത്തിൽ. മുഴു ലോകത്തിന്റെ നിലവിളി ഇന്ന് രാത്രി ശബ്ദം ശ്രമിക്കുന്നതിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാന്യമിത്രമേ, താങ്കളുടെ ഉള്ളത്തിന് നിലവിളി ഇത് തന്നെയാ. ആരാണ് എന്നെ നിത്യ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ഈ പാപത്തിൽ നിന്ന് ആരാണ് എന്നെ ഒന്ന് രക്ഷിക്കുന്നത്? ഈ രക്ഷയ്ക്ക് വേണ്ടി, ഈ പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ നിരവധി കർമ്മകാര്യങ്ങൾ ചെയ്യുന്നു, നിരവധി അർപ്പണാദികൾ ചെയ്യുന്നു, പണം ചെലവഴിക്കുന്നു, ഫലം ചെയ്യുന്നു. പക്ഷെ അറിയുക, എല്ലാം ജലരേഖയാണ്. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, അത് യേശുക്രിസ്തുവിന്റെ മാർഗം മാത്രമാണ്. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷ നേടാൻ കഴിയുള്ളൂ. ആരാണ് നമ്മെ രക്ഷിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. യോഹന്നാൻ 8:36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പാപത്തിന്റെ പിടിയിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന് മാനവകുലത്തെ സ്വതന്ത്രമാക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പാപത്തിന്റെ കറയും പേറി ഇതാ നിരവധി കർമ്മകാണ്ഡങ്ങൾ ചെയ്ത്, നിരവധി കാര്യങ്ങൾ ചെയ്ത് പാപത്തിന്റെ കറ കളയാൻ കഴിയാതെ മനുഷ്യൻ പാപഭാരം പേറി, പാപത്തിന്റെ കറയും പേറി അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നിമിഷവും അവന്റെ മനസ്സാക്ഷി പറയുന്നു, നീ പാപിയാണ്, നീ പാപിയാണ്, നിന്റെ പാപത്തിന് പരിഹാരം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ പാപമോചനത്തിന് വഴികൾ തേടുമ്പോൾ എല്ലാ വഴികളും ഒരുപോലെ അവന്റെ മുമ്പിൽ അറിയപ്പെടുമ്പോൾ ആ പാപത്തിന്റെ കറയെ കഴുകിക്കളയാൻ മറ്റൊരു മാധ്യമങ്ങളും മനുഷ്യൻ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ ബൈബിൾ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യന്റെ പാപത്തിന്റെ കറയെ കഴുകിക്കളയാൻ കഴിയുന്ന
ഒറ്റ മാർഗം, ഒറ്റ മാധ്യമം, യേശു ക്രിസ്തുവിന്റെ നിർമ്മല രക്തം. എന്തുകൊണ്ടാണ് ആ രക്തത്തിന് കഴിയുന്നത്? അത് പാപമില്ലാത്ത രക്തമാണ്, അത് നിർമ്മല രക്തമാണ്, അത് പരിശുദ്ധ രക്തമാണ്. ആ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ പാപമോചനം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ നിത്യമരണത്തിന് പിടിയിൽ നിന്ന് രക്ഷ നേടിയിരിക്കുന്നു. ഇത് നേടുന്നത് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇനി റോമാലേഖനം 6:7 ഒന്ന് വായിക്കണം. പാപത്തിൽ നിന്ന് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അങ്ങനെ മരിച്ചവൻ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ പാപിയായ മനുഷ്യന് ഒരു മരണം ആവശ്യമാണ്. ഈ പാപ ശരീരത്തിന് മരണം ആവശ്യമാണ്. ആ മരണം വരിക്കുവാൻ മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് ഒരുവൻ മരിച്ചു. അവന്റെ പേരെത്ര? നസ്രേനായ യേശു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടപ്പെടുത്തിയപ്പോൾ പാപത്തിന് ശമ്പളമായ മരണത്തിന്റെ നിന്റെ കൂവിൽ നിത്യം യാതനാസ്ഥലത്തേക്ക് മാറ്റി ചെയ്യുന്ന മാനവരാശി രക്ഷിക്കുവാൻ ഇതാ ഒരു വീണ്ടെടുപ്പിന്റെ മാർഗം, ഒരു രക്ഷാമാർഗം, ഒരു രക്ഷയുടെ വഴി, ഒരു രക്ഷയുടെ വാതിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ഈ പാപസംബന്ധമായി മോചനം ഒരുവന് പ്രാപിക്കണമെങ്കിൽ അങ്ങനെ മരിച്ചവൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. എങ്ങനെ മരിച്ചവൻ? ഒന്ന് വായിക്കാം. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കണം. 6:1 മുതൽ 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പാപം ചെയ്ത മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? പാപത്തിന് ശമ്പളം മരണമാണ്. ആ വിധി മാറ്റുവാൻ കഴിയില്ല. പകരം ദൈവം ചെയ്തു. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവം ആ മരണത്തിലേക്ക് നമ്മെ വിട്ടുകൊടുക്കാതെ മുഴു ലോകത്തിന്റെയും പാപത്തിന് പരിഹാരത്തിനായി മനുഷ്യൻ കണ്ടെത്തിയ വഴികളെല്ലാം പരാജയപ്പെടുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വിധിച്ച ദൈവം തന്നെ ഒരു വഴിയൊരുക്കി, ഒരു മാർഗമൊരുക്കി. അതേ ക്രിസ്തു എന്ന വഴിയാണ്, ക്രിസ്തു എന്ന വാതിലാണ്. പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് വീണു പോകേണ്ട മനുഷ്യനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ മുഴു ലോകത്തിന്റെയും പാപം തന്റെ പ്രിയപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ മേൽ ചുമത്തി. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ എല്ലാം ആകൃത്യം അവന്റെ മേൽ ചുമത്തി. ആമേൻ. ആ വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും.
അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഒരു വേള നിൽക്കണം. വചനം പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഏതാണ് മാനവരാശിയുടെ സാക്ഷാൽ രോഗമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഈ ജഡശരീരത്തെ അലട്ടുന്ന എന്തെങ്കിലും രോഗങ്ങളല്ല, മാനവരാശിയെ മുഴുവനായി ഗ്രസിച്ചിരുന്ന പാപമെന്ന മാരക രോഗത്തെ, അതിന്റെ പിടിയിൽ നിന്ന് എന്നെയും നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ, സൗഖ്യമുള്ളവരാക്കുവാൻ ഒരു മരുന്നിന് കഴിയാതിരിക്കുമ്പോൾ, ഒരു മറ്റ് യാതൊരു വിധികൾക്കും കഴിയാതിരിക്കുമ്പോൾ, ഇതാ എന്റെയും നിന്റെയും മുഴു ലോകത്തിന്റെയും മേൽ വ്യാപരിച്ചിരുന്ന പാപത്തിന്റെ രോഗം, പാപരോഗത്തിന്റെ കറയെ കഴുകിക്കളയുവാൻ ഇതാ നമുക്ക് വേണ്ടി ഒരുവൻ അതെല്ലാം ഏറ്റെടുക്കുകയാണ്. അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. പാപമെന്ന സാക്ഷാൽ രോഗത്തെ നിനക്ക് സൗഖ്യം തരുവാൻ വേണ്ടി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിയ കർത്താവിന് നിന്റെ ശരീരത്തെ അകറ്റുന്ന ശരീര രോഗത്തിൽ നിന്നും സൗഖ്യം തരാൻ കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുക. എന്നാൽ ആ രോഗസൗഖ്യത്തിൽ മാത്രം വിശ്വസിച്ച് അവിടെ നിൽക്കരുത്. സാക്ഷാൽ നിത്യ മരണത്തിന്റെ കാരണമായ പാപരോഗത്തിൽ നിന്ന് നീ സൗഖ്യം പ്രാപിച്ചേ മതിയാകുള്ളൂ. സ്തോത്രം. ഇവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ശാരീരിക രോഗങ്ങൾക്ക് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി കഴിച്ചാൽ കുറവില്ലെങ്കിൽ അല്പം കൂടെ നല്ല ഹോസ്പിറ്റലിൽ പോയി അല്പം കൂടെ ഒരു നല്ല ഡോക്ടറെ, വിദഗ്ധ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ മാറ്റം വരാം, ഭേദം വരാം, സൗഖ്യം വരാം. പക്ഷേ പാപരോഗത്തിന് സൗഖ്യം കൊടുക്കുവാൻ നിരവധി വൈദ്യന്മാരില്ല, നിരവധി ഔഷധങ്ങളില്ല. ഒരേ ഒരു വൈദ്യൻ, അത് ഗിലെയാദിലെ പരമവൈദ്യൻ. ഔഷധത്തിന്റെ ശ്രേഷ്ഠത ഇതാ തന്റെ 33 തിരുവയസ്സിലെ പാപമില്ലാത്ത പുണ്യാഹരക്തം മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി പാപരോഗത്തിന്റെ കറയെ, അതിന്റെ മലിനതയെ കഴുകിക്കളയുവാൻ അവസാന തുള്ളിവരെയും ഊറ്റി ആ രക്തത്താൽ എനിക്കും നിങ്ങൾക്കും സാക്ഷാൽ രോഗത്തിൽ നമ്മൾ സൗഖ്യം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളോട് ആത്മനിറവിൽ സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ, ഒരു സുവിശേഷകനെ വിളിച്ചു പറയട്ടെ, താങ്കളെ അലട്ടുന്ന പാപരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ രാത്രി ആ വൈദ്യന്റെ കരസ്പർശനത്താൽ വേണം നീ ഉറക്കുവാൻ. ഇന്ന് രാത്രി ആ രക്തത്താൽ കഴുകപ്പെട്ടവനായി വേണം ഈ ശബ്ദവരുതി വിട്ട് നീ പോകുവാൻ. ഇന്ന് രാത്രി നിന്റെ ശാരീരിക രോഗങ്ങൾക്ക് മാത്രമല്ല സൗഖ്യം വേണ്ടത്, നിന്നെ അലട്ടുന്ന മാരക രോഗമായ പാപത്തിന് ഒരു സൗഖ്യം ആവശ്യമാണ്. അതിന് നിരവധി ഔഷധങ്ങളില്ല. ഒറ്റ മാർഗം, ഒറ്റ വൈദ്യൻ, പരമവൈദ്യൻ, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഏക വൈദ്യൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ സഫലമായ മരണത്തിലേക്ക് വീണ മനുഷ്യൻ, പാപത്തിന്റെ അടിമയായി ഇതാ മരണത്തിലേക്ക്, വിധിയിലേക്ക് പോകുമ്പോൾ അവിടെ കിടന്നുള്ള മാനവരാശിയുടെ രോദനമാണ് നമ്മൾ വായിച്ചത്. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യനാണ്. സമ്പന്നനാണെങ്കിലും വിദ്യാസമ്പന്നനാണെങ്കിലും ധനാത്തിനാണെങ്കിലും ഏത് ഉന്നതമായ നിലയിലായിരുന്നാലും, ഇന്ന് രാത്രി ഏത് ഉത്തുംഗമായ ഇരിപ്പിടങ്ങളിലാലും നിനക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയാൻ ഒറ്റ വാക്കേയുള്ളൂ, അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യനാണ്. മരണത്തിന്റെ കരകൾ എന്നെ തപ്പിയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. എന്റെ വിദ്യക്ക്, എന്റെ വിദ്യാഭ്യാസത്തിന്, എന്റെ പണത്തിന്, എന്റെ പ്രൗഢിക്ക്, എന്റെ സാമൂഹിക ബന്ധങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ അരിഷ്ട മനുഷ്യനാണ്. ഇന്ന് രാത്രി ആ അരിഷ്ട മനുഷ്യനായി നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു നല്ല രക്ഷകനുണ്ട്. ആ രക്ഷകനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. കരൂർ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അകത്തുള്ളവരോട് അധികം സംസാരിച്ചില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത്, ഈ യോഗ നിമിത്തം ചിലരുടെ പേരുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം, ചിലരുടെ പാപരോഗങ്ങളുടെ സൗഖ്യമാക്കപ്പെടണം, ചിലരുടെ പാപവഴി വിട്ട്, ദുർമാർഗം വിട്ട്, ദുർനടപ്പ് വിട്ട്, ചിലരുടെ ദൈവസഭയുടെ ഭാഗമാകണം, കർത്താവിന്റെ മക്കളായി തീരണം. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അറിയണം. മുൻവിധികളോടെ ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ആത്മാവിടപെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ വചനദേശത്തോട് ഉയർത്താം. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷ നേടുവാൻ നിരവധി വഴികളില്ല. ഒറ്റ വഴികൾ, ഒറ്റ
മാർഗം യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ അവൻ വഹിച്ചു. ഒന്ന് വായിച്ചാൽ ദൈവവചന വാക്യം കൂടെ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു. അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നിരവധി ആളുകളുടെ വിചാരങ്ങൾ യേശു ഏതാണ്ട് വലിയ മാരകമായ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വിധമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയത്. നോക്കണം സഹോദര, കോടതികളിൽ നിരവധി പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ടും പഴുതുകൾ അടച്ചുള്ള നീതിന്യായങ്ങൾ നടത്തുന്ന റോമ ഗവൺമെന്റിന്റെ ഒരു ന്യായാധിപന്മാർക്കും ഒരു മഹാപുരോഹിതന്മാർക്കും ആർക്കും അവൻ കുറ്റം കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ യേശു എന്തുകൊണ്ട് അടിയേൽക്കപ്പെട്ടു, എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രം: നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. യേശു ശിക്ഷിക്കപ്പെട്ടത്, അവന്റെ പുറമെല്ലാം മുഴുവൻ അടി തകർക്കപ്പെട്ടത്, അവന്റെ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടത്, അവന്റെ ശിരസിൽ മുൾക്കിരീടം തറച്ചത് ചെയ്ത തെറ്റുകൊണ്ടായിരുന്നല്ല, ഞാനും നിങ്ങളും ചെയ്ത തെറ്റിന്റെ പരിണതഫലം. പാപം ചെയ്ത ദേഹി മരിക്കണം എന്നുള്ള വ്യവസ്ഥയിലേക്ക് ഇതാ നമ്മളെ വിട്ടുകൊടുക്കാതെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു ക്രൂശ് നമുക്കായി യാഗമായി തീരുകയാണ്. വായിച്ചോട്ടെ ദൈവവചന വാക്യഭാഗം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ മേലായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. പാപരോഗത്താൽ പിടിക്കപ്പെട്ട മരണത്തിലേക്ക് പോകുന്ന മനുഷ്യന് സൗഖ്യം ലഭിക്കുവാൻ ഒരു കരം മാത്രമേ ഉള്ളൂ. അതേ ക്രിസ്തുവിനെ തുളയ്ക്കപ്പെട്ട കരമാണ്. ഇന്ന് രാത്രി ആ കരത്തിന്റെ തണലിലേക്ക് വരുവാൻ സ്നേഹത്തോടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ നിന്നെ ആശ്ലേഷിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന കരങ്ങളൊക്കെ നിന്റെ പ്രയാസവേളയിൽ നിന്നെ വിട്ടുപോകും. നിന്റെ സമ്പത്ത് കുറയുമ്പോൾ നിന്നെ വിട്ടുപോകും. നിന്റെ ആരോഗ്യം കുറയുമ്പോൾ നിന്നെ വിട്ടുപോകും. നിന്റെ സൗന്ദര്യം പോകുമ്പോൾ നിന്നെ വിട്ടുപോകും. നിന്റെ പ്രതാപം പോകുമ്പോൾ ആ കരങ്ങളൊക്കെ നിന്നെ വിട്ടുകളയും. എന്നാൽ എല്ലാവരും വിട്ടുകളഞ്ഞാലും ഒരിക്കലും വിട്ടുകളയാതെ ചേർത്ത് പിടിക്കുന്ന ഒരടിപ്പാടുള്ള കരം ഇന്ന് രാത്രി ആ കരത്തിന്റെ തണലിലേക്ക് ഞങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഓരോരുത്തരും താന്താന്റെ വഴിയിൽ സ്വാർത്ഥ താല്പര്യങ്ങളോടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി പാപവഴി വിട്ട് തിരിയാതെ പാപത്തിലേക്ക് ഞാൻ നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണത്തോട് അടുത്തടുത്തടുത്തി എന്നപ്പോൾ ആ മരണത്തിലേക്ക് നിന്നെ വിട്ടുവിടുക്കാതെ നിന്നെ ചേർത്ത് പിടിച്ച ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിനെ കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. 1993 മുമ്പ് ഈ മരണത്തിന് കരങ്ങൾ എന്നെ തഴുകിയിരുന്നെങ്കിൽ ഞാൻ അനിത്യതയുടെ നിങ്ങളിലേക്ക് പോകുമായിരുന്നു. കൃപയാൽ ഈ നാഥനെ അറിയാൻ എനിക്ക് ഭാഗ്യം നൽകി. നല്ല ചെറുപ്രായത്തിൽ ഈ കർത്താവിനെ വഴിത്തലേക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വഴിപോക്കിനെ പോലെ ഇതുപോലെ നടന്നൊരു സുവിശേഷ യോഗത്തിൽ വാഹനം ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്ന് കേൾക്കുവാൻ ഇതുപോലെയുള്ള ഗേറ്റിന്റെ അപ്പുറമായിരുന്ന് വളരെ വേഗത്തിൽ വിരുത്തികൾ മാത്രം നിന്ന് കേൾക്കാൻ പോയ എന്റെ കാതിലേക്ക് ഒരു വചനമുണ്ട്. ആ കാലങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് ആരും കരുതാനില്ലാതെ സഹായിക്കാനില്ലാതെ ജീവിത പ്രതീക്ഷയറ്റവനായി ആത്മഹത്യയെ കുറിച്ച് ജീവിതത്തിൽ ചിന്തിച്ചു തുടങ്ങിയ നാളുകളിൽ വന്നപ്പോൾ ഞാൻ കേട്ട ശബ്ദം ഇതാണ്: പാറയുടെ പിളപ്പിലും കടതൂക്കിന്റെ മറവിലിരിക്കുന്ന നിന്റെ മുഖമൊന്ന് കാണട്ടെ. അതേവിലാസം വിളിച്ചു പറഞ്ഞു: ആരും കാണാതെ നീ മറഞ്ഞിരിക്കുന്ന വ്യക്തിയാകാം, നീ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയാകാം. ജീവിതത്തിലെ ദുഃഖങ്ങൾ നിമിത്തം ആരുടെയും കണ്ണിൽ പെടാതെ നീ മറഞ്ഞിരുന്നാലും ഇന്ന് രാത്രി നിന്നെ കാണുന്ന ഒരൊത്തിയാലെ കൊത്ത കണ്ണുള്ളവൻ, അവന്റെ സാന്നിധ്യം ഈ അങ്കണത്തിലുണ്ട്, ഈ ദേശത്തുണ്ട്. അവന്റെ കണ്ണിന് നീ മറഞ്ഞിരിക്കുന്നില്ല. ജീവിതത്തിൽ ഏറെ സമ്പത്തും ഉന്നതമായ വീടും ആവശ്യത്തിന് പണമുള്ളപ്പോഴും ഒരുപക്ഷെ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിന്നെ ഏറെ അലട്ടുന്നുണ്ടാകാം. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ചിലയിടങ്ങളിൽ തല താഴ്ത്തി ആരെയും ഫേസ് ചെയ്യാതെ ഒളിഞ്ഞും
തിരിഞ്ഞു നീ നടക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, നീ ആരും കാണാതെ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ മറഞ്ഞിരിക്കുമ്പോഴും നിന്റെ അന്തരംഗത്തിന്റെ വേദന കാണുന്ന ഒരുവൻ ഇന്ന് രാത്രി അങ്കണത്തിലുണ്ട്. ആമേൻ. അവൻ നിന്റെ വേദനകൾ കാണുക മാത്രമല്ല, നിന്റെ സാക്ഷാ രോഗത്തെ സൗഖ്യമാക്കുന്ന, നിന്റെ ശരീര രോഗത്തെ സൗഖ്യമാക്കുന്ന, നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ മാറ്റുന്ന, നിന്റെ ജീവിതത്തിലെ സമസ്ത വിഷയങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിയുന്ന ഒരുവനാണ്. അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നൊന്നുമില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ അങ്കണത്തിൽ ഒരുക്കിയിട്ട് കസേരയിൽ വന്നിരുന്നില്ലെങ്കിലും ഈ നിൽക്കുന്ന ഇരിപ്പിലിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയം പറഞ്ഞാൽ, യേശുവേ, ഇന്ന് രാത്രി അങ്ങയുടെ സാന്നിധ്യം എന്റെ ഉള്ളിൽ നിന്ന് വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ മതി. ആ നാഥന്റെ സാന്നിധ്യം നിന്റെ അരികിലേക്ക് ഓടിയെത്തും. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ വീണ മനുഷ്യൻ രക്ഷ നേടുവാൻ ഏകവഴി കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തു നമ്മുടെ സമാധാന ശിക്ഷകളെല്ലാം ഏറ്റെടുക്കുകയാണ്. വായിച്ചാൽ ബാക്കി ഭാഗം കൂടെ. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്താ ക്രിസ്തുവിന്റെ മേൽ വലിയവനായ ദൈവം മുഴു ലോകത്തിന്റെയും പാപം അവന്റെ മേൽ ചുമത്താൻ കാരണം, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഉലകത്തിലേക്ക് ഉദയം ചെയ്തു വന്ന ആത്മീയാചാര്യന്മാർക്കും താത്വികാചാര്യന്മാർക്കും ഉന്നതന്മാർക്കും മറ്റു നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ഒരു മനുഷ്യന്റെ പാപത്തെ പോലും ഏറ്റെടുക്കാൻ ത്രാണിയില്ലാതെ സ്വന്തം പാപം നിമിത്തം മരണത്തിന് അധീനനായി പിറന്നു വീഴുമ്പോൾ മുഴു ലോകത്തിന്റെയും പാപം ഏറ്റെടുക്കുവാൻ അവയെ തന്റേടമുള്ളവനായി പാപം ഏറ്റെടുക്കുവാൻ പരിശുദ്ധമായ ജീവിതം നയിച്ച, പാപമില്ലാതെ പിറന്ന് പാപം കൂടാതെ ജീവിച്ച് നിങ്ങളിൽ എന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് മാനവകുലത്തോട് ഇടച്ചൂണ്ടി ചോദിച്ച ഒരേ ഒരുവൻ യേശു ക്രിസ്തു മാത്രമാണ്. ഒരുവനും ക്രിസ്തുവിനെ പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ആ ക്രിസ്തു മുഴു ലോകത്തിന്റെയും പാപം ഏറ്റെടുത്തു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുന്നു എന്നാണ് നമ്മൾ തിരുവെടുത്ത് വായിക്കുന്നത്. വായിച്ചൂടെ? തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമ കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിക്കും. ഇന്ന് രാത്രി ഇത് വലിയ വിചാരമുണ്ടാകണം. ക്രിസ്തു പാപം ചെയ്തിട്ടുള്ള ശിക്ഷകൾ ഏറ്റെടുത്തത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാ. ഈ വിചാരം ഒരുവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തിന് മാനസാന്തരം എന്ന് പറയും. ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടിയാണ് മുറിവേറ്റത്. ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടിയാണ് മുൾക്കിരീടം ധരിച്ചത്. ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരത്തിനായി വേണ്ടിയാണ് ശരീരം തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ക്രൂശിൽ അവൻ യാഗമായത് എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് ഒരുവന്റെ ഹൃദയത്തിൽ ബോധ്യം തുടങ്ങുന്ന, ആ ചിന്ത തുടങ്ങുന്ന സമയത്തിന് പറയുന്ന പേരാ മാനസാന്തരം. പാപ വഴികൾ വിട്ട് ക്രിസ്തുവിലേക്ക് തിരിവാൻ അവന്റെ മനസ്സ് പാകപ്പെടുന്ന ഈ അനുഭവത്തിന് പറയുന്ന പേരാണ് മാനസാന്തരം. ഇന്ന് രാത്രി മാനസാന്തരം അനുഭവമില്ലാത്ത ആരെങ്കിലും അകലങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ മാന്യമിത്രമേ, ഇന്ന് രാത്രി മാനസാന്തരത്തിനായി അടുത്തു വരിക. ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. പാപത്തിന് ശമ്പളമായ മരണത്തിലേക്ക് നടന്നെടുത്ത് നിത്യ മരണത്തിന്റെ വിറകായി, നിത്യദണ്ഡനത്തിന്റെ പൊയ്കയിൽ വിറകായി മാറാതിരിക്കുവാൻ ഇന്ന് രാത്രി മാനസാന്തരത്തോടെ മടങ്ങി വരുവാൻ സ്നേഹത്തോടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധ്യമാക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് ആണ്ടിൽ നടത്തുന്ന ആടുമാടുകളുടെ യാഗങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ പാപത്തെ മറച്ചു പിടിക്കുക മാത്രം ന്യായപ്രമാണം ചെയ്യുമ്പോൾ ആ ന്യായപ്രമാണം ബലഹീനതയോട് കൂടിയതാണ്. ആ ബലഹീനമായ ന്യായപ്രമാണത്തിന് മനുഷ്യനെ പാപ
ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധ്യമാക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കുന്നത്? ഒന്ന് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 15 മുതൽ ചില വാക്യങ്ങളുടെ ഒന്ന് വായിക്കണം. എങ്ങനെയാണ് നമുക്ക് പാപമോചനം പ്രാപിക്കാൻ കഴിയുന്നത്? എന്നാൽ എന്ന് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീരരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവര് ദാസന്മാർ ആകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസൻ. പാപത്തിൽ തന്നെ നീ തുടരാനാണ് തീരുമാനമെങ്കിൽ നീ മരണത്തിലേക്ക് പോവുകയാണ്. പാപത്തിന്റെ ദാസനായി മരണത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന് ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. മനുഷ്യനാവശ്യം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, മോക്ഷം. ആ പാപത്തിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരേ ഒരു രക്ഷാനായകൻ യേശു ക്രിസ്തു മാത്രം. അത് ഞാൻ മുമ്പ് പ്രസ്താവിച്ചു. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ഈ സ്വാതന്ത്ര്യം, ഈ രക്ഷ മാനവകുലത്തിന് സ്വായത്തമാകുന്നത്. ആ ക്രൂശിലൂടെ മാനവജാതിക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായി ഒരുവന്റെ ജീവിതത്തിൽ ലഭ്യമാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? റോമാലേഖനം 6:17 പറയുന്നു, പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും മുമ്പ് നീ പാപത്തിന്റെ ദാസനായിരുന്നു. പാപത്തിന്റെ ദാസനായി പാപം ചെയ്ത് മാറാതെ നിത്യമരണത്തിലേക്ക് നീ പോയി. എന്നാൽ പാപത്തിന്റെ പരിണാമമായ മരണത്തിൽ നിന്നെ വിട്ടുകൊടുക്കാതെ പാപത്തിന് പരിഹാരം ക്രൂശിൽ വരുത്തിയ ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ നിനക്ക് രക്ഷ ലഭിച്ചു, സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ ലഭിക്കുന്നത്. എന്നാൽ ഈ ക്രൂശിലൂടെ ലഭ്യമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായി നമ്മളിലേക്ക് കൊണ്ടുവരണം. യേശു മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഈ സ്വാതന്ത്ര്യം നമ്മുടെ സ്വന്തമാക്കണം. അതിനെന്ത് ചെയ്യണം? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിക്കണം. റോമാസഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിക്കണം. എന്താണ് ഈ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശം? ദൈവസഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ രക്ഷയുടെ ആ നിറവിലേക്ക് ഒരു മനുഷ്യനെ നടന്നെത്തുവാൻ, രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുവാൻ മനുഷ്യൻ ദൈവം കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ എന്താണ്? അതിനെ ഹൃദയപൂർവ്വം അനുസരിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ചുമ്മാതെ കേട്ടിട്ട് പോയാൽ പോരാ, അതിനെ ഹൃദയപൂർവ്വം അനുസരിക്കണം. എന്താണ് ഉപദേശങ്ങൾ? ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ആമേൻ. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ആത്മനിറവിന്റെ അനുഭവം പ്രാപിച്ച് ആ വലിയ ശബ്ദം അങ്ങ് യെരൂശലേമിലെ വലിയ ദേവാലയത്തിൽ വരെ മുഴങ്ങിച്ചെന്നു. അവിടെ നിന്നാണ്ട് 16-ലധികം രാജ്യക്കാര്, നിരവധി ആളുകൾ ഈ ശബ്ദം കേട്ടിടത്തേക്ക് ഓടി വരികയും വന്നവർ ഈ ആരാധനയുടെ ചെറിയ കൂട്ടത്തെ കണ്ട് മുൻവിധിയോടെ പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അവരോട് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി യോവേൽ പ്രവചന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവവചനം സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു.
എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷം അനുഭവിക്കുവാൻ, ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ, ഈ രക്ഷയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് അവരോട് പറഞ്ഞ കാര്യം, ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മനസ്സ്, ചിന്ത, പ്രവൃത്തികൾ ലോകത്തിന് വഴിയിലൂടെ, അധർമ്മത്തിന് വഴിയിലൂടെ, പാപത്തിന് വഴിയിലൂടെ, തിന്മയുടെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാ. അങ്ങോട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന നിന്റെ മനസ്സിനെ നീ തിരിക്കണം. എങ്ങോട്ട് തിരിക്കണം? മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കണം, രക്ഷയുടെ ദാതാവിലേക്ക് തിരിക്കണം. അതാ വചനം പറയുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചു കൊള്ളുവീൻ. ഒരു ലോകത്തിലും രക്ഷ പ്രാപിക്കുവാൻ തിരിയേണ്ട ഒരു സ്ഥാനമേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവത്തിലേക്ക് തിരിയണം. ഹോശേയ പ്രവചനം ഇങ്ങനെ പറയുന്നു, അവർ തിരിയുന്നുണ്ട്, മേലോട്ടല്ലതായിരുന്നു. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തണം. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചു കൊള്ളുവിൻ. മുഴു ലോകത്തും രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യൻ തിരിയേണ്ടത് അവന്റെ സൃഷ്ടാവിലേക്ക് മാത്രമാണ്. അവിടെ മാത്രമേ നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ, മോക്ഷം ലഭിക്കുകയുള്ളൂ, രക്ഷ ലഭിക്കുകയുള്ളൂ. ഇന്ന് രാത്രി ആ കർത്താവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മനം തിരിയണം. നിങ്ങൾ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷപ്പെടുമെന്ന് യെശയ്യാവ് 30:15. ദൈവത്തിലേക്ക് തിരിയണം. എങ്ങനെ തിരിയണം? പൂർണ്ണ മനസ്സോടെ തിരിയണം. ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം, ദുർവഴികളെ വിട്ട് തിരിയണം. പാപം ഉപേക്ഷിച്ച്, തിന്മയുടെ വഴികളെ ഉപേക്ഷിച്ച് സർവശക്തങ്ങളിലേക്ക് തിരിയാൻ ഇന്ന് രാത്രി തീരുമാനമെടുത്താൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. മാനസാന്തരത്തിലേക്ക് നീ വരികയാണ്. അപ്പോൾ ഒന്ന്, മാനസാന്തരപ്പെടുക. രണ്ട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്തിനാണ് സ്നാനമേൽക്കുന്നത്? പാപമോചനം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ പാപം ചെയ്ത മനുഷ്യൻ മരിക്കണമെന്ന് വ്യവസ്ഥ നിൽക്കുമ്പോൾ ഈ പാപ മനുഷ്യനെ നമ്മൾ ക്രൂശിക്കണം. റോമാലേഖനത്തിൽ വായിച്ചു, പാപ മനുഷ്യനെ എങ്ങനെ ക്രൂശിക്കും? കർത്താവ് ക്രൂശിക്കപ്പെട്ടതുപോലെ ഒരു മരക്കുരിശുണ്ടാക്കി നമ്മെ അതിൽ കയറ്റി ആണിയടിച്ച് ക്രൂശിച്ചു കൊല്ലുക എന്നതല്ല. പിന്നെയോ ആ മരണത്തിലേക്ക് ആണികൾക്കായി നമ്മുടെ കൈകൾ കൊടുക്കണ്ട, നമ്മുടെ കാല് കൊടുക്കണ്ട, ചാട്ടവാറടിക്കായി നിന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കണ്ട. അതിനുവേണ്ടി നിന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം പുറത്തൊഴുക്കേണ്ട ആവശ്യമില്ല. നീ ഒന്ന് ചെയ്യണം. യേശു മരിച്ചത് എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ്, എന്നെ രക്ഷിപ്പാൻ വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത്. ആ ക്രൂശ് മരണത്തോട് ഞാൻ ഏകീഭവിക്കുകയാണ്. ആ ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത്. അത് ജലത്തിൽ നീ ഇറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ആ ജലക്കല്ലറയിലേക്ക് നിന്നെ മുക്കുമ്പോൾ പാപസംബന്ധമായി മരിച്ച നിന്നെ ആ ജലക്കല്ലറയിൽ അടക്കുകയാണ്. ഇതാ ആ ജലക്കല്ലറയിലേക്ക് ജലത്തിൽ മുക്കി നിന്നെ ഉയർത്തുമ്പോൾ പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളോടുകൂടി ഇതാ ജലക്കല്ലറയിൽ അടക്കിയ ശേഷം ഒരു പുതിയ മനുഷ്യൻ ഉയരുകയാണ്. അങ്ങനെ സ്നാനപ്പെടുന്ന സ്നാനാർത്ഥിയുടെ തലയിൽ കൈവച്ച് സ്നാപകൻ ഇങ്ങനെ പറയും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. നീ ജീവകിരീടം പ്രാപിക്കും. ആമേൻ. ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി, അനുഭവമുള്ളവനായി, പുതിയ വ്യക്തിയായി, പാപമോചനം പ്രാപിച്ചവനായി, പാപമനുഷ്യനെ അടക്കി ക്രൂശിച്ച് ആ ജലക്കല്ലിൽ അടക്കിയവനായി, പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചവനായി അവൻ പുറത്തേക്ക് വരികയാണ്. ആ മനുഷ്യന് പറയാൻ കഴിയും, ഞാനിപ്പോൾ ക്രിസ്തുവിന്റെ ദാസനാണ്. ഞാൻ പാപത്തിന്റെ ദാസനായിരുന്നു, പക്ഷെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ രക്ഷിപ്പാൻ എനിക്കായി പകരം ജീവൻ കൊടുത്ത യേശു ക്രിസ്തുവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. എന്റെ ഹൃദയത്തെ ഞാൻ അവങ്കിലേക്ക് തിരിച്ചു. അവനെ ഞാൻ എന്റെ ഹൃദയനാഥനായി, രക്ഷകനായി അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവന്റെ ക്രൂശ് മരണത്തോട് ഞാൻ ഏകീഭവിച്ചു. അതാണ് വിശ്വാസ സ്നാനം. അത് പരസ്യമായി പറയുകയാണ്, യേശു എനിക്കായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ശുശ്രൂഷയോട് ഞാൻ ഏകീഭവിക്കുകയാണ്, വിളംബരം ചെയ്യുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് ചേരുകയാണ്. പഴയ മനുഷ്യനെ, മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനെ, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ധരിക്കുകയാണ്. അതാണ്
സ്നാനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ സ്നാനം സത്യമെന്നറിഞ്ഞിട്ടും യാഥാർത്ഥ്യമെന്നറിഞ്ഞിട്ടും അകന്നു നിൽക്കുന്ന മാന്യമിത്രമേ, ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് കുറുക്ക് വഴികളില്ല. ഒറ്റ വഴി, സ്നാനം മാത്രം. അത് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ സ്നാനം ഏൽക്കണം. എങ്കിൽ മാത്രമേ നീ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുള്ളൂ. ആ മനുഷ്യൻ സ്നാനമേറ്റു. വായിച്ചത് വാക്യം ഒന്നോ? വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ല എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഞാനത് വിവരിക്കാൻ നിങ്ങൾക്കറിയാം. ഈ തൊട്ടടുത്ത ദിനങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുള്ള ജില്ലകളിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാ മാതാപിതാക്കന്മാരുടെ കണ്ണിനെ ഈറനണിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും ചോദിക്കും, പാസ്റ്ററേ, കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ? ഞാൻ ചോദിക്കും, മാതാക്കളെ, നിങ്ങൾ സുരക്ഷിതരാണോ? സഹോദര, നീ സുരക്ഷിതരാണോ? ആരും എങ്ങും സുരക്ഷിതരല്ല. പക്ഷേ ഒരു ധൈര്യമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൽ കൂടെ പാപമോചനം പ്രാപിച്ച് നിത്യരക്ഷ കരഗതമാക്കിയ ഒരു ദൈവം ഇത് പറയാൻ കഴിയും. എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാതെ മയങ്ങാതെ എന്നെ കാത്തു സൂക്ഷിക്കും. എന്റെ തലമുറയെ പരിപാലിക്കും. അകർച്ചങ്ങളിൽ അകപ്പെടാതെ, പ്രതിസന്ധികൾ അകപ്പെടാതെ വഴി കാണിച്ചു തരുന്ന, എന്റെ വഴിമേൽ അവൻ ദൃഷ്ടി വെച്ചാൽ അവർ പറഞ്ഞിരുന്ന പോകേണ്ട വഴികൾ എനിക്ക് കാണിച്ചു തരുന്ന ഒരു സർവശക്തൻ, ഒരു ജീവനാഥ്, ഒരു ജീവനായകൻ, ഒരു മാതൃകാ പുരുഷൻ എനിക്കുണ്ട്. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്ന ദൈവമാണ്. അവരുടെ വഴിമേൽ ദൃഷ്ടി വെച്ചിരിക്കുകയാണ്. ഈ വക്രതയുടെ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. സകലരും രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. മുഴു ലോകവും രക്ഷിക്കപ്പെടണം. അടുത്ത് പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. രക്ഷിക്കപ്പെട്ട, മനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത പടി അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം. പാപ മനുഷ്യൻ സഞ്ചരിച്ചതുപോലെ ക്രിസ്തുവിനെ പുതിയ മനുഷ്യനോട് സഞ്ചരിക്കാൻ പറ്റുകയില്ല. പാപത്തിലേക്ക് വീണ്ടവനെ തളച്ചിടാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ച പുതിയ മനുഷ്യനെ അനുദിനം ആലോചന പറഞ്ഞു കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ അധിപതിയല്ല, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനാണ്. അവൻ ആലോചനക്കാരനായി, ദൂതനായി അവന്റെ കൂടെ ഇരിക്കുന്നത്. സകല സത്യത്തിലും അവനെ വഴി നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകിയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. പാപലോകത്തിൽ നേരിന്റെ വഴിയിൽ, സത്യത്തിന്റെ പാതയിൽ നിന്നെ നടത്തുന്ന ഏക ആലോചനക്കാരൻ പരിശുദ്ധാത്മാവ് മാത്രമാണ്. അവൻ നിന്നെ നേരുള്ള പാതയിൽ നടത്തും. അങ്ങനെ ആത്മാവിന്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകുന്നവൻ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കും. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ലേഖനങ്ങളിൽ ഉള്ളക്കം ചെയ്തിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും ആ ഉപദേശങ്ങളെ കേട്ടനുസരിച്ച് ദൈവജനത്തോടൊരു കൂട്ടായ്മ. ഇന്നലകളിൽ നിന്നയിടത്ത് കൂട്ടായ്മയല്ല, വേർപെട്ടൊരു കൂട്ടായ്മ. ഹല്ലേലൂയ. വേർപെട്ടൊരു കൂട്ടായ്മ, വേർപെട്ടൊരു കൂട്ടായ്മ. ഹല്ലേലൂയ. പാപത്തിനിടങ്ങളിൽ നിൽക്കാൻ കഴിയത്തില്ല, പാപിയോടത്ത് നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ വേർപെട്ട കൂട്ടായ്മയിലേക്ക് എല്ലാവരും വരാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മനുഷ്യനെ പലതരം വ്യാഖ്യാനിക്കുമ്പോൾ മാന്യമിത്രമേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. പാപത്തിന്റെ ശമ്പളമായി നിത്യമരണത്തിന്റെ ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് അഗാധഗർത്തങ്ങളിൽ വീണ് നീ എന്നേക്കും നിത്യമരണത്തിന്റെ ഇരയായി മാറാതിരിക്കുവാൻ ഇന്ന് രാത്രിയിലും ഈ അങ്കണത്തിൽ നിന്ന് അത്യുച്ചത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മടങ്ങി വരിക, മടങ്ങി വരിക. രക്ഷ നേടാൻ ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി ആ ക്രൂശിനെ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുകയാണ്. മനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ആ ദൈവജനം വേറൊട്ട കൂട്ടായ്മ, അപ്പോസ്തലന്മാരുടെ ഉപദേശം അവരപ്പം നോക്കുന്നു. അവർ കൂട്ടായ്മ ആചരിച്ചും ഒരുമിച്ച് പോകുന്നു.
തനിക്കായി കാത്തു നിൽക്കുന്ന പ്രത്യക്ഷതയ്ക്കായി അവന്റെ സമാഗമനത്തെ കാത്തുകൊണ്ട് പ്രത്യാശ നിർഭരമായ ഹൃദയത്തോടെ ഇതാ ഒരുമിച്ച് ദൈവസഭ കാത്തിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ സീമകൾ നോക്കിയാൽ കാണുന്ന സംഭവങ്ങൾ, ശാസ്ത്രമേഖലയിൽ വരുന്ന മാറ്റങ്ങൾ, പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ, മനുഷ്യ ഹൃദയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ശാസ്ത്രത്തിന്റെ മേഖലയിൽ വരുന്ന മാറ്റങ്ങളല്ല. ഒരു കാര്യം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യ സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും, അമ്മയപ്പന്മാരെ ബഹുമാനമില്ലാത്തവരാകും, രാഷ്ട്രീയക്കാരാകും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ അക്കമിട്ട് പറഞ്ഞ് ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് വീഴുന്ന വർത്തമാന പത്രത്തിന്റെ അകത്താളിൽ ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം ഉറപ്പിക്കും: ഇത് ബൈബിൾ എന്ന് ഇന്നലെ പറഞ്ഞു, അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാന്യമിത്രമേ, ഇന്നലെ നടന്ന കാര്യം ഇന്ന് പത്രം നമ്മളോട് വിളിച്ചു പറയുമ്പോൾ, സോഷ്യൽ മീഡിയ ഇന്നലെ നടന്ന കാര്യം ഇന്ന് അല്ലെങ്കിൽ സെക്കൻഡിൽ നമ്മളോട് പറയുമ്പോൾ, നാളെ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും, നാളെ മാനവരാശിക്ക് എന്ത് സംഭവിക്കും, ഈ അന്തരീക്ഷ മണ്ഡലങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കാലങ്ങൾക്ക് മുൻപേ കൂട്ടി നമ്മോട് അറിയിച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ. അതിലെഴുതിയ ഒരക്ഷരങ്ങൾ മാറ്റമില്ല. ബൈബിൾ തിരുത്താൻ വളരെ മുൻപോട്ട് വന്നെങ്കിലും അവരെയെല്ലാം തിരുത്തി ഈ പുസ്തകം അടിമപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ തിരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. പുസ്തകത്തെ തിരുത്താൻ വന്നവരെ പുസ്തകം തിരുത്തി അതിന്റെ അടിമയാക്കിയ ചരിത്രമാണ് ഇന്നുവരെയും കാണാൻ കഴിയുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇതിനോട് മറുതലിക്കരുത്, ഇതിനോട് മനസ്സിലിക്കരുത്. ഇന്ന് രാത്രി ഏറെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളുമുള്ള നിന്റെ ഹൃദയം ക്രിസ്തുവിനായി തുറന്നു കൊടുക്കുക. പാപിയായി ജീവിച്ച് പാപം ചെയ്ത് പാപം എന്നറിഞ്ഞിട്ടും അധർമ്മമെന്ന് അറിഞ്ഞിട്ടും ശരിയല്ല അനീതിയാണെന്ന് അറിഞ്ഞിട്ടും മനസ്സോടെ അതിന് വഴങ്ങിക്കൊടുത്താൽ, മാന്യമിത്രമേ, നിന്നെ യാത്ര നേടുകയും മരണത്തിന് തടന്ന കരങ്ങൾ നിന്നെ തേടിയെത്താം. പിന്നീട് രക്ഷ നേടാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി സുവിശേഷ യോഗം ഈ അങ്കണത്തിൽ ക്രമീകരിക്കുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണ്. ആ നിത്യമരണത്തിലേക്ക് വീണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഇതാ ഒരു വഴി, ക്രൂശിലെ മരണത്തിലൂടെ ഒരു ജീവന്റെ വഴി അവൻ തുറന്നിരിക്കുന്നു. വെളിച്ചമറിയാതെ, സത്യമറിയാതെ, ദിശയറിയാതെ ഇതിലൂടെ നടന്ന് പാപത്തിന്റെ സഫലമായ മരണത്തിലേക്ക് പോയ, അഗാധമായ ഇരുട്ടിലേക്ക് പോയ മനുഷ്യൻ വെളിച്ചം തേടി അറിയുമ്പോൾ ഇതാ കാൽവരി ക്രൂശിലെ പരമയാകത്ത് വഴി നേടിയ മാനവകുലമേ, ഒരു വഴി നിനക്ക് തുറന്നിരിക്കുന്നു. അത് മരണ വഴികളല്ല, ജീവന്റെ വഴികളാണ്. അത് ക്രൂശിലൂടെയാണ് എനിക്ക് നിനക്കും ലഭ്യമായത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: ജീവനും മരണവും മനുഷ്യന്റെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അത് തിരഞ്ഞെടുക്കുന്നവൻ, അതിനിഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഞങ്ങൾ ഈ ശബ്ദമൊക്കെ വെച്ച്, ഈ ഉച്ചഭാഷണി വെച്ച് പോലീസുകാരുടെ അനുമതിയൊക്കെ വാങ്ങിച്ച് യോഗം നടത്തുമ്പോൾ പലരും പലതരം വിമർശിക്കാറുണ്ട്. എന്നാൽ എന്തെന്നറിയാമോ, ഇന്ന് രാത്രി സന്ദേശം അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഇതിലേത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. രണ്ട് വഴികൾ: ഒന്ന് ജീവന്റെ വഴികൾ, മറ്റൊന്ന് മരണത്തിന്റെ വഴികൾ. മരണത്തിന്റെ വഴിയുടെ പോകാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇപ്പോൾ പോകുന്ന പോലെ പോയാൽ മതി. എന്നാൽ ജീവന്റെ വഴിയിലേക്ക് വരാൻ ആഗ്രഹിക്കണമെങ്കിൽ ഒന്ന്, ഇപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് നിന്റെ മനസ്സ് തിരിയണം. എങ്ങോട്ട് തിരിയണം? സർവശക്തനിലേക്ക് തിരിയണം. ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ നിന്റെ ധനത്തിനോ കുടുംബ മഹിമയ്ക്കോ നീ നേടിയ വിദ്യാഭ്യാസത്തിനോ സാമൂഹിക ബന്ധങ്ങൾക്കോ പിടിപാടുകൾക്കോ നിന്നെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിന്നെ രക്ഷിപ്പാൻ ഉന്നതം ഇറങ്ങി വന്ന ആ രേഖരക്ഷകനായ കർത്താവിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തണം. ഹല്ലേലൂയ. ആ ദൈവത്തിലേക്ക് നീ തിരിയണം. അധർമ്മത്തിന്റെ വഴികൾ വിട്ട്, പാപ വഴികൾ വിട്ട് സത്യത്തിന്റെ വഴിയിലേക്ക് തിരിയുക. ആ വഴി പോകുവാൻ അവിടെ നിബന്ധനകളുണ്ട്, അവിടെ കൽപ്പനകളുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ കേട്ടുകൊണ്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി വേർപെട്ടൊരു ഗണത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ വചനം പറയുന്ന അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ആ സഭയോട് ചിലരെ ചേർക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സഭ എന്ന് പറയുന്ന മനുഷ്യന്റെ തലച്ചോറിൽ ഉദിച്ചു വരുന്ന ഒരു ഇടപാടല്ല, മനുഷ്യൻ ഒരുക്കിയ ഒരു സംഘടനയല്ല. വിധിയോ ക്രിസ്തു തന്റെ രക്തത്താൽ ആ
ആവർത്തന പുസ്തകം വിളിച്ച അപ്പോസ്തലർ 20 പറയുന്നു, സ്വന്തം രക്തത്താൽ നേടിയ സഭ ക്രൂശിൽ മറുവിലയായി രക്തം കൊടുത്ത് ആ വിലാപ്പുറ കുത്തി തുളയ്ക്കപ്പെടുമ്പോൾ ഒടിയ രക്തത്തിന്റെ മറുവിലയായി താൻ ഒരുക്കിയ സഭ എന്ന സൗധത്തിനകത്ത് നിനക്ക് വന്ന് പ്രവേശിക്കാൻ 5 പൈസ മുടക്കേണ്ട ആവശ്യമില്ല, ആ കൽക്കാശിന്റെ ആവശ്യമില്ല, ഒരു ചുവട് നടക്കണ്ട. ഈ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് നീ മനം തിരിയണം, ദൈവത്തിലേക്ക് തിരിയണം. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എന്നെ തേടി വന്ന ഒരു നല്ല കർത്താവ്, അവന്റെ മറുവിലയാണ് ഞാൻ. എന്റെ പാപത്തിനുള്ള സ്വാതന്ത്ര്യം അവന്റെ മറുവിലയാണ്. അതുകൊണ്ട് യോബിന്റെ പുസ്തകം 36:18 വാക്യം ഇങ്ങനെ പറയുന്നു, മറുവിലയുടെ വലിപ്പമോർത്ത് നീ തെറ്റിപ്പോകരുത്. ഇന്ന് രാത്രി നിനക്കായി കൊടുത്ത മറുവിലയുടെ ശ്രേഷ്ഠ തിരിച്ചറിയണം. പാപത്തിൽ നിന്നെ സ്വതന്ത്രരാക്കുവാൻ, പാപത്തിൽ നിന്നെ മോചിപ്പിക്കുവാൻ കർത്താവ് കൊടുത്ത വിലയുടെ ശ്രേഷ്ഠത ഇന്ന് രാത്രി തിരിച്ചറിയണം. അതുകൊണ്ട് യോ പറയാ, മറുവിലയുടെ വലിപ്പമോർത്ത് നീ തെറ്റിപ്പോകരുത്. സ്നേഹിത, ക്രിസ്തു വന്നത് ഒരു പറ്റം ആളുകളെ മാത്രം ചേർത്തുകൊണ്ടുമല്ല, മുഴു ലോകത്തെയും ചേർക്കുവാൻ വേണ്ടിയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യപുത്രം ശുശ്രൂഷയേൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തന്റെ ജീവനെ കൊടുപ്പാനും അത്രേ വന്നത്. ഇതാ ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യരുടെ മധ്യസ്ഥൻ ഒരുവൻ മാത്രം. മുഴു ലോകത്തിന് വേണ്ടി തന്റെ രക്തത്തെ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. പാപിയായ മനുഷ്യന് വേണ്ടി ദൈവത്തോട് അവനെ അടുപ്പിക്കുവാൻ, വിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും ഇടയിൽ നിൽക്കുവാൻ ഇതാ ഒരേ ഒരു മധ്യസ്ഥൻ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആ മധ്യസ്ഥൻ കൊടുത്ത മറുവില ഈ ലോകം വെച്ച് നേടുന്ന എന്തെങ്കിലും ആയിരുന്നില്ല. തന്റെ ശരീരം തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, തന്റെ പ്രാണൻ മറുവിലയായി കൊടുത്ത് എന്നെയും നിങ്ങളെയും അവൻ രക്ഷിച്ചു. ഇന്ന് രാത്രി ആ മറുവിലയുടെ വലിപ്പമോർത്ത് തെറ്റിപ്പോകാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവസ്നേഹത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ മറ്റാർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ നിന്റെ സ്വാതന്ത്ര്യത്തിനായി ആ മരക്കുരിശിലേക്ക് അവൻ കയറുകയാണ്. പാപമറിയാത്തവൻ, പാപം കൂടാതെ പിറന്ന് പാപം ചെയ്യാൻ ജീവിച്ച് ആർക്കും ജീവിതത്തിന് 33 വയസ്സിനുള്ളിൽ ഒരു മനുഷ്യനും പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിയാതിരുന്നിട്ടും ഇതാ പാപത്തിന് ശമ്പളമായ ആ ക്രൂശ് മരണം ഏറ്റെടുക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആ ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഇന്ന് രാത്രി ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോൾ, ഇന്നിരിക്കുന്ന വീടിന്റെ ശ്രേഷ്ഠത ഓർക്കുമ്പോൾ, ഇന്ന് സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പ്രൗഢി ഓർക്കുമ്പോൾ, നിന്റെ തലമുറയെ ദൈവം ഉയർത്തി ഓർക്കുമ്പോൾ, അതിനൊക്കെ അടിസ്ഥാന കാരണമായി തീർന്ന ക്രിസ്തുനാഥൻ നിനക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടികൾ ഒന്നോർക്കുവാൻ ആ ക്രൂശിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിക്കാട്ടെ. ഇതാ സമരയിൽ കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രമെങ്കിൽ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തവൻ അവിടുത്തെ ഇഷ്ടം എന്തുവായിരുന്നു? ആമേൻ. യെശയ്യാ പ്രവചനം വിളിച്ചു പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവർ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് സന്തതിയെ കാണുന്നതിന് വേണ്ടി തന്റെ പുത്രനെ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. സമരങ്ങളിങ്ങോട്ടുള്ള കർത്താവ് അനുഭവിച്ച വേദനകൾ, ആമേൻ, അടികൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഇന്ന് രാത്രി ഓർക്കണം. പീലാത്തോസിന്റെ കൽത്തളത്തിൽ ആ ഒരുക്കപ്പെട്ട മരക്കുറ്റിയിലേക്ക് ആമേൻ അർത്ഥവൃത്താകൃതിയിൽ വളച്ചു നിർത്തി ശരീരത്തിൽ എത്രമാത്രം വസ്ത്രം ശേഷിപ്പിച്ചുകൊണ്ട് ആ മരക്കുറ്റിയിലേക്ക് കൈകൾ ചേർത്ത് പിടിച്ചു കെട്ടിയിട്ട് ആരോഗ്യ ദൃഢഗാത്രന്മാരായിരിക്കുന്ന പടയാളികൾ ഇരുപുറവും നിന്ന് ശബ്ദവാദികൾ ചുഴറ്റി യേശുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ആമേൻ റോമൻ ചരിത്രകാരനായിരിക്കുന്ന യോസിഫസിനെ എഴുതി ചേർത്തിരിക്കുകയാണ്. അവന്റെ ശരീരം തകരുകയാണ്. മുൾക്കൊളുത്തുകളും ഈ അക്കട്ടികളും ഒക്കെ ഈ ശരീരത്തിൽ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് തിരികെ പിടിക്കുമ്പോൾ ചൂണ്ടകൾ ആഴ്ന്നിറങ്ങിയ മാംസത്തിനകത്തുനിന്ന് അവ തിരിച്ചു വരാൻ വിമകത കാണിക്കുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രന്മാരായ പടയാളികൾ ആരോഗ്യത്തോടെ തിരിച്ചു വലിക്കുമ്പോൾ യോസിഫസിനെ എഴുതി ചേർത്തു, അവന്റെ പുറം ഉടുവച്ചാൽ പോലെ കലപ്പ് കൊണ്ടൊരു പാടം ഉഴുതു മറിക്കുന്നത് പോലെ ചൂണ്ടകൾ മുൾക്കൊളുത്തുകൾ മാംസത്തെ കീറി മറിച്ചുകൊണ്ട് ചാലുപോലെ കീറിക്കൊണ്ട് പുറത്തേക്ക് വരുമായിരുന്നു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായി എന്ന് ബൈബിൾ വിളിച്ചു പറയുമ്പോൾ ഈ പങ്കപ്പാടുകൾ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു, നിന്നെ സ്വതന്ത്രനാക്കുവാൻ വേണ്ടിയായിരുന്നു. ഇതാ ക്രൂരമായ മർദ്ദനമുറയ്ക്ക് ശേഷമായി ക്രൂശിൽ ചുമന്നുകൊണ്ട് ആ ഗോൽഗോഥാവിലേക്ക് പോവുകയാണ്.
അവിടെ ഒരുക്കപ്പെട്ട ആ മരക്കുരിശിലേക്ക് കർത്താവിനെ കിടത്തി. ഇരുകരങ്ങളിലും 2.5 ഇഞ്ച് നീളമുള്ള കാലിരിപ്പാണികൾ ആഞ്ഞടിച്ച് കിടക്കുകയാണ്. വയലാറെന്ന എഴുത്തുകാരൻ തന്റെ തൂലികൾ ഇങ്ങനെ എഴുതി ചേർത്തു. ആ യേശുനാഥന്റെ പവിത്ര പാണികളിൽ, കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച പവിത്ര പാണികളിൽ, വിശന്നവൻ അന്നം വിളമ്പിക്കൊടുത്ത പവിത്ര പാണികളിൽ, രക്തസ്രവക്കാരിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയ ആ പവിത്ര പാണികളിൽ ആണിയടിക്കുകയാണ്. ആ ആണിയടിച്ച മണിനാഥമല്ലേ ഇന്ന് നിരവധി ഇടങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നതെന്ന് വൈരാ രാമവർമ്മ എന്ന എഴുത്തുകാരൻ തന്റെ തൂലികയിൽ എഴുതി ചേർക്കുകയാണ്. പാപം ചെയ്യാത്ത അനേകർക്ക് തൊട്ട് സൗഖ്യം കൊടുത്ത എനിക്ക് നിങ്ങൾക്കും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാൻ, മോചനം നൽകുവാൻ, നിത്യരക്ഷ നൽകുവാൻ, നിത്യമരണത്തിൽ നിന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ ഇതാ ക്രൂശിൽ അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുകയാണ്. ആ കാലുകൾ ചേർത്ത് വെച്ച് ആണിയടിക്കുകയാണ്. ഇതാ ഒരുക്കപ്പെട്ട കുടിയിലേക്ക് മരക്കുരിശോടുകൂടി ആ കർത്താവിന്റെ ശരീരം എടുത്തിടുമ്പോൾ ഇങ്ങനെ ചരിത്രരേഖകൾ പറയുന്നു. ആമേൻ. ആ എടുത്തിടുമ്പോൾ സങ്കീർത്തനക്കാരൻ ആത്മാവിൽ കണ്ടു പറയുന്നു, അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിടുകയാണ്. വളരെ വേദന നിറഞ്ഞ അനുഭവത്തിൽ കടന്നു പോവുകയാണ്. മാനവജാതിയുടെ പാപത്തിന്റെ പരിണിതഫലമായി ക്രിസ്തു ക്രൂശിൽ മരിക്കുകയാണ്. ഈ ക്രൂശ് മരണത്തിലൂടെ എനിക്കും നിനക്ക് ലഭ്യമായത് നിത്യരക്ഷയാണ്, പാപമോചനമാണ്, നിത്യമരണത്തിനുള്ള വിടുതലാണ്. ഈ ക്രൂശിലൂടെയുള്ള രക്ഷയും പാപമോചനവും വീണ്ടെടുപ്പും സ്വായത്തമാക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ബൈബിൾ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. ആ ക്രൂശ് മരണത്തിലൂടെ കേവല രക്ഷ മാത്രമല്ല നിനക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനം തന്നെ. നിത്യമരണത്തിനായി വിധിക്കപ്പെട്ട നിനക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ ഒരു വഴി മാത്രം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ആ ക്രൂശീകരണം അവിടെ തീർന്നില്ല. ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ കല്ലറെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഇതാ ഇന്ന് പിതാവിന്റെ മഹിമയുടെ വലഭാഗിയിൽ നിന്നോട് മാനവജാതിക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥം ചെയ്യുന്നു. ഇന്നൊരു നല്ല മധ്യസ്ഥനായി സ്വർഗത്തിൽ അവനുണ്ട്. ഇന്ന് രാത്രിയിലും ഏതെങ്കിലും പാപത്തിന്റെ ചിന്തകൾ നിന്റെ അകത്ത് വന്നോ, ചെയ്ത് തെറ്റായി പോയി എന്ന് തോന്നുന്നെങ്കിൽ അനുഭവിച്ചേറ്റു പറയാൻ ഒരു നല്ല മധ്യസ്ഥനായി ഇന്ന് രാത്രിയിലും അവൻ ഉയരത്തിലുണ്ട്. ആ കണ്ണുകൾ ഉയർത്തി പറഞ്ഞാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ ഇന്ന് രാത്രിയിൽ നിനക്ക് അനുവാദമുണ്ട്. അങ്ങനെ ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം പ്രാപിച്ച, രക്ഷ സ്വായത്തമാക്കിയ ഒരു വ്യക്തി വിളിച്ചു പറയുന്നു, റോമാലേഖനം 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിലാകാതെ ഇന്ന് മകൻ നിൽക്കുന്നെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഇന്ന് നല്ല മധ്യസ്ഥനായിരിക്കുന്ന കർത്താവ് അനധിവിദൂര ഭാവിയിൽ മധ്യസ്ഥനായല്ല, ന്യായാധിപനായി വരുന്ന ഒരു സമയമുണ്ട്. മനുഷ്യപുത്ര, ഞാൻ കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമെന്ന ചോദ്യത്തിൽ അടിമതരാതെ അഭിമാനത്തോടെ ശിരസുയർത്തി നിനക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തുവിനെ രക്ഷകനായി നിത്യ ദൈവമായി ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച് നിത്യമരണത്തിൽ രക്ഷ പ്രാപിച്ച് നിത്യജീവന്റെ അവകാശിയായി തീർന്നുകൊണ്ട് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശമനുസരിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി വേർപെട്ട ഒരു ആരാധനയിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ക്രൂശിലെ യാഗം നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇന്ന് രാത്രി ഞാൻ ഒന്ന് തിരിച്ചറിയുന്നു, അങ്ങയുടെ ക്രൂശ് മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അങ്ങയുടെ ക്രൂശിലെ മരണം എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ആ സത്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്നു. ഞാൻ അടുത്ത് വരുന്നു. ആ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു, മുൾമുടി ചൂടിനാൻ പൊൻശിരസതിന്മേൽ. കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു, മുൾമുടി ചൂടിനാൻ പൊൻശിരസതിന്മേൽ. നിന്നയും ദൂഷിയും പീഡയും സഹിച്ചു, ദിവ്യമാം ചോരിഞ്ഞു നിനക്കായി. കരുണയായി നിന്നെ വിളിച്ചിടുന്നു, കരുണയായി നിന്നെ വിളിച്ചിടുന്നു.
സമീപേ നിൽപ്പൂ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ തല ചായ്ക്കുവാൻ സ്ഥലവുമില്ലാതെ ദാഹം തീർക്കുവാൻ ജലവുമില്ലാതെ തല ചായ്ക്കുവാൻ സ്ഥലവുമില്ലാതെ ദാഹം തീർക്കുവാൻ ജലവുമില്ലാതെ ആശ്വാസം പറവാനാരും തൻ ഇല്ലാതെ ആരുമാ രക്ഷകൻ ഏകനായി മാറിച്ചു ആ പാടുകൾ രക്ഷയ്ക്കായി ആ പാടുകൾ രക്ഷയ്ക്കായി ഹീനമനുജനനം എഴുതാ യേശുരാജൻ അവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ തല ചായ്ക്കുവാൻ സ്ഥലവുമില്ലാതെ ദാഹം തീർക്കുവാൻ ജലവുമില്ലാതെ തല ചായ്ക്കുവാൻ സ്ഥലവുമില്ലാതെ ദാഹം പോക്കുവാൻ ജലവുമില്ലാതെ ആശ്വാസം പറവാൻ ആരും തൻ ഇല്ലാതെ ആരുമാ രക്ഷകൻ ഏകനായി മരിച്ചു ആ പാടുകൾ രക്ഷയ്ക്കായി ആ പാടുകൾ രക്ഷയ്ക്കായി ആ പാടുകൾ രക്ഷയ്ക്കായി ആ പാടുകൾ രക്ഷയ്ക്കായി. മനിമിത്രമേ, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ വിധിക്കപ്പെട്ട എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ ഉലകത്തിലേക്ക് ഉദയം ചെന്ന് വന്ന ഒരു മനുഷ്യന് കഴിയാതിരിക്കുമ്പോൾ തത്വജ്ഞാനികൾക്കും ആത്മീയാചാര്യന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും രക്ഷകന്മാരെന്ന പേരിലൂടെ വന്ന ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യനാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരാണ് എന്നെ രക്ഷിക്കുന്നത് എന്നും മാനവരാശിയുടെ മനം കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് മഹാദൈവം മനസ്സലിഞ്ഞ് ഒരു ഉത്തരം നൽകി. നിനക്കൊരു രക്ഷകനുണ്ട്, നിനക്കൊരു പാപവിമോചകനുണ്ട്. തന്റെ പ്രിയപുത്രനെ നമ്മുടെ രക്ഷയ്ക്കായി അയച്ചു. സ്വർഗമഹിമകളെ വിട്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് പാപമൊഴിക സകലത്തിലും എനിക്കും നിങ്ങൾക്കും തുല്യനായി ഈ മണ്ണിലേക്ക് വന്ന 33 തിരുവയസ്സ് വരെയും ഇവിടെ ജീവിച്ച് 33 തിരുവയസ്സിൽ പിലാത്തോസിന്റെ നാളുകളിൽ കഷ്ടം അനുഭവിച്ച് അടിയേൽക്കപ്പെട്ടവനായി നിന്നേൽക്കപ്പെട്ടവനായി മുഖത്തെ രോമമെല്ലാം റോമൻ നാണയത്തുട്ടുകൾ ചേർത്ത് പിടിച്ച് വലിച്ചു പറിക്കപ്പെട്ടവനായി നിത്യരാജാവായിരുന്നവൻ, സകലത്തിന്റെ ഉടയനായിരുന്നവൻ, രാജാവായിരുന്നവൻ, സിംഹാസനത്തിനായിരുന്നവൻ, രാജകിരീടങ്ങളെ മാറ്റിവെച്ചിരിക്കും നിനക്ക് വേണ്ടി അവൻ മുൾക്കിരീടം ധരിച്ചു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുക, നിത്യരക്ഷപ്രദാനം നൽകുക, അവൻ ക്രൂശിലൂടെ ഒരുക്കിയ ആ നിത്യരക്ഷയെ, ആ സന്ദേശത്തെ കാടടച്ച് കളയാതെ, അതിനു മുമ്പിൽ കണ്ണടച്ച് കളയാതെ ഇന്ന് നിന്റെ വീടിനരികിലായി, നിന്റെ കാതുകൾക്കരികിലായി, നിന്റെ കണ്ണുകൾക്കരികിലായി ഈ സന്ദേശം വരുമ്പോൾ ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയാം. നാളത്തെ ഒരു ദിവസം ഒരുപക്ഷെ ഇങ്ങനെ സന്ദേശം നമ്മൾ എത്ര പേർ കേൾക്കുമെന്ന് ആർക്കും നിശ്ചയമില്ല. ഈ കേട്ട സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്കായ ക്രൂശിൽ പങ്കപ്പാടുകൾ സഹിച്ച, മറ്റാർക്കും സഹിക്കാൻ കഴിയാത്തവണ്ണം നിനക്ക് വേണ്ടി വേദനകൾ സഹിച്ച
ആ ക്രൂശിതനെ, ആ രക്ഷാനായകനെ, ആ വിമോചകനെ, ആ വീണ്ടെടുപ്പുകാരനെ, ഏകസത്യനിത്യമായ നസ്രായനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ കണ്ടാലും ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് വിട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവനോടും കൂടി എത്താടും പിടിക്കും. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ആത്മസന്തോഷം നിന്റെ കൂടാരത്തിനകത്ത് തരുവാൻ, നിന്റെ തലമുറ വിഷയത്തിൽ തരുവാൻ, നിന്റെ ആത്മജീവിതത്തിൽ തരുവാൻ, നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ തരുവാൻ ഈ രക്ഷാനായകൻ, ലോകത്തിന്റെ വെളിച്ചമായവൻ, ഇരുളിനെ തകർത്ത് കളയുന്ന രക്ഷാനായകൻ നിന്റെ കൂടാരത്തിലേക്ക് വരട്ടെ. നീറുന്ന നൊമ്പരങ്ങളുടെ നടുവിൽ സഹോദരങ്ങളാൽ ഒറ്റപ്പെട്ടവനായി, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായി, എല്ലാവരും നിന്ദിക്കപ്പെട്ടവനായി, എല്ലാവർക്കും പരിഹാസ വിഷയമായി, എല്ലാവരുടെയും അപമാനപാത്രമായി നീ മാറിയെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിക്കുവാൻ നിനക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്ത ഒരുവനുണ്ട്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, കർത്താവേ എന്റെ പാപങ്ങളെ ഏറ്റെടുത്തു, ഞാൻ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് കൂടി എന്നെ ഒന്ന് രക്ഷിക്കണമേ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ആ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിത്യ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിത്യജീവനെ കരകതമാക്കുന്നതാണ്. ആ നിത്യജീവനെ സ്വായത്തമാക്കുവാൻ ഞങ്ങൾ ഇവിടെ ഉയർത്തിയ ലോകരക്ഷകനായ, മാനവജാതിയുടെ രക്ഷകനായ, ഏക സത്യനിത്യമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയനാഥനായി ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും നീറിക്കൊണ്ടിരിക്കുന്ന നെരിപ്പോട് പോലെ കത്തിയമർന്ന നിന്റെ ഹൃദയത്തിനകത്തേക്ക് ലോകത്തിന് വെളിച്ചമാകുന്ന നസ്രായൻ വരട്ടെ. സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ജയകരമായ ജീവിതം നയിച്ച്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച്, നിത്യ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, നിത്യ ജീവന്റെ അവകാശികളായി നിത്യ യുഗങ്ങൾ കാന്തലോടുകൂടെ വാഴുന്ന ആ മകൻ സുദിനത്തിലേക്ക് പ്രത്യാശ നിർമ്മലമായ സ്വർഗ്ഗശീലിലേക്കുള്ള യാത്ര ചെയ്യുവാൻ എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിലേക്ക് അവസരം ഒരുക്കി തന്ന കർത്തദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും, ഈ അങ്കണത്തിലും ശബ്ദപരിതന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, നമ്മുടെ രക്ഷകനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എല്ലാവിധമായ സ്നേഹങ്ങളെയും നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ഈ രാത്രി സമാധാനം നൽകിയത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.